കേരള രാഷ്ട്രീയത്തെയും കോർപ്പറേറ്റ് ലോകത്തെയും ഒരേപോലെ പിടിച്ചുകുലുക്കിയ എക്സാലോജിക് CMRL മാസപ്പടി കേസിൽ അന്വേഷണം നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും കുടുംബത്തിനും സർക്കാരിനും കറുത്ത തിരിച്ചടിയാകുന്ന വിവരങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലൂടെ പുറത്തുവന്നിരിക്കുന്നത്. CMRL മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്ത ഇഡിക്ക് നൽകിയ മൊഴിയാണ് ഇപ്പോൾ കേസിന്റെ ഗതി മാറ്റിമറിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കേരളത്തിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ച ഈ സംഭവത്തിന്റെ നാൾവഴികളും ഏറ്റവും പുതിയ നിയമ നടപടികളും നമുക്ക് വിശദമായി തന്നെ നോക്കാം. കേസിൽ മാസപ്പടി ഇടപാടുകളുടെ യഥാർത്ഥ ചിത്രം പുറത്തു കൊണ്ടുവന്നത് CMRL MD SN ശശിധരൻ കർത്ത ഇഡിക്ക് നൽകിയ മൊഴിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള വ്യക്തിപരമായ അടുപ്പവും സ്വാധീനവും മുൻനിർത്തിയാണ് വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് വലിയ തുകകൾ മാസപ്പടിയായി നൽകിയതെന്നാണ് ശശിധരൻ കർത്ത ഇഡിക്ക് മൊഴി നൽകിയിരിക്കുന്നത്. കർത്തയുടെ മൊഴിയിലെ പ്രധാന ഹൈലൈറ്റുകൾ ഇവയാണ്. സേവനങ്ങൾ ലഭിച്ചിട്ടില്ല. എക്സാലോജിക്കിന് CMRL കോടിക്കണക്കിന് രൂപ പ്രതിഫലമായി നൽകിയെങ്കിലും പ്രത്യുപകാരമായി യാതൊരുവിധ സേവനങ്ങളും കമ്പനിയിൽ നിന്ന് CMRLന് ലഭിച്ചിട്ടില്ല എന്ന് കർത്ത വ്യക്തമാക്കുന്നു. ഇനി രാഷ്ട്രീയ സ്വാധീനം. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായുള്ള ഉന്നത ബന്ധവും അടുപ്പവുമാണ് ഈ സാമ്പത്തിക ഇടപാടുകൾക്ക് പിന്നിലെ പ്രധാന പ്രേരണ. സാമ്പത്തിക ക്രമക്കേടുകളാണെങ്കിൽ ആദായനികുതി വകുപ്പ്, സെറ്റിൽമെന്റ് ബോർഡിന്റെയും ഗൗരവകരമായ SFIOയുടെയും മുൻകാല കണ്ടെത്തലുകളെ പൂർണ്ണമായും ശരിവെക്കുന്നതാണ് ശശിധരൻ കർത്തയുടെ ഈ വെളിപ്പെടുത്തൽ. കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ശക്തമായ നടപടികളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രതികളുടെയും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയും വൻ തുകകളുള്ള ബാങ്ക് അക്കൗണ്ടുകളും നിക്ഷേപങ്ങളും ED മരവിപ്പിച്ചിട്ടുണ്ട്. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപാകെ ED സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്ന നടപടികളാണ് ഉണ്ടായിരിക്കുന്നത്. വീണ ടിയുടെ പേരിലുള്ള 16.5 ലക്ഷം രൂപയാണ് അന്വേഷണ സംഘം മരവിപ്പിച്ചത്. സ്വന്തം പേരിലും വിവിധ കമ്പനികളുടെ പേരിലും നിക്ഷേപിച്ചിരുന്ന പണമാണിത്. വീണയുടെ മറ്റൊരു സംരംഭമായ ലേക്കർ ഇന്ത്യയുടെ 15.5 ലക്ഷം രൂപയും മരവിപ്പിച്ചവയുടെ കൂട്ടത്തിലുണ്ട്. ഇത് മാത്രമല്ല, വീണയുടെ പേരിലുള്ള ബാങ്ക് ലോക്കറുകളും ED പരിശോധിക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഔദ്യോഗിക പരിശോധനകളിൽ വീണയുടെ വ്യക്തിഗത അക്കൗണ്ടിൽ 1.37 ലക്ഷം രൂപയും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ വെറും 27,585 രൂപ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. CMRL മേധാവി ശശിധരൻ കർത്തയുടെയും കുടുംബാംഗങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളും സ്വത്തുക്കളും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കേസിന്റെ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചുകൊണ്ട് ED നിരവധി പ്രമുഖരെയാണ് ചോദ്യം ചെയ്തത്. ശശിധരൻ കർത്തയുടെ മകൻ ശരണസ് കർത്ത, ഭാര്യ ജയ S കർത്ത, മകൾ ഷിബി കർത്ത തുടങ്ങിയവരെല്ലാം കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായി മൊഴി നൽകിയിട്ടുണ്ട്. കൂടാതെ CMRLന്റെ ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥരായ KS സുരേഷ് കുമാർ, P സുരേഷ് കുമാർ, ക്യാഷ്യർ വാസുദേവൻ തുടങ്ങിയവരും അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിന് വിധേയരായിട്ടുണ്ട്. എക്സാലോജിക്കിന് നൽകിയ പണത്തിന്റെ ഉറവിടവും അതിന്റെ കോർപ്പറേറ്റ് യുക്തിരഹിതമായ ഇടപാടുകളും സംബന്ധിച്ച് സമഗ്രമായ തെളിവുകളാണ് ED ശേഖരിച്ചിട്ടുള്ളത്. SFIO കണ്ടെത്തിയ നിർണായക രേഖകളും കേസിൽ EDക്ക് വലിയ തോതിൽ തുണയായിട്ടുണ്ട്. ഒരു IT സ്ഥാപനം യാതൊരു സേവനവും നൽകാതെ മാസപ്പടിയായി വൻ തുക കൈപ്പറ്റി എന്ന ആക്ഷേപം കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വഴിത്തിരിവിലാണ് എത്തിച്ചത്. 2017 മുതൽ 2020 വരെ 3 വർഷത്തിനിടയിൽ വീണയും എക്സാലോജിക്കും കൈപ്പറ്റിയത് 1.72 കോടി രൂപയാണ്. എന്തായാലും സേവനത്തിന് തന്നെയാവും കിട്ടിയത്. പക്ഷേ എന്ത് സേവനമാണ് എന്ന് കൂടി വ്യക്തമാക്കിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. 2019 ജനുവരിയിൽ CMRLൽ ആദായനികുതി വകുപ്പിന്റെ ഒരു പരിശോധന നടന്നു. പരിശോധനയിൽ ഓഫീസിൽ നിന്നും ചില പ്രധാനപ്പെട്ട രേഖകളും ഡയറിയും അടക്കം കണ്ടെത്തി. അതിലാവട്ടെ കേരളത്തിലെ ചില പ്രധാന രാഷ്ട്രീയ നേതാക്കളുടെ പേരും PV RC എന്നൊക്കെയാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല എന്നിവരൊക്കെയാണെന്ന് പിന്നീട് പുറത്തു വരുന്നു. ഇവർക്ക് ലക്ഷങ്ങൾ കൈമാറിയതിനെ കുറിച്ചൊക്കെ കണ്ടെത്തിയ തെളിവുകളിൽ പറയുന്നുമുണ്ട്. അങ്ങനെയാണ് ഇടക്കാല സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് വരുന്നത്. ഈ റിപ്പോർട്ടിലാണ് ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉള്ളത്. അതായത് വീണയും എക്സാലോജിക്കും പണം കൈപ്പറ്റിയത് ചെയ്യാത്ത സേവനങ്ങൾക്കാണ്. CMRLന് വീണയും എക്സാലോജിക്കും ഒരു സേവനവും നൽകിയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തം. എന്തായാലും വിവാദമായതോടെ കനത്ത പ്രതിരോധവുമായി CPM രംഗത്തെത്തിയിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കലോ മറ്റുമല്ല ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നികുതി അടയ്ക്കാൻ നിൽക്കില്ലല്ലോ, കരാർ പ്രകാരം നൽകിയ സേവനത്തിനാണ് പണം വാങ്ങിയത് എന്നതടക്കമുള്ള ന്യായീകരണങ്ങൾ ഉണ്ടായി. പിന്നീട് ഈ വിഷയത്തിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണത്തിലെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് പുറത്തുവന്നത്. കരാറിൽ ഏർപ്പെട്ടത് ഡയറക്ടർ ബോർഡ് അറിയാതെയാണെന്നും സേവന കരാറിന്റെ മറവിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണെന്നും അഴിമതി നടന്നിട്ടുണ്ടെന്നും പണത്തിന്റെ GST അടച്ചതിന്റെ രേഖകൾ മാത്രമാണ് എക്സാലോജിക്ക് കൈമാറിയതെന്നും സേവനം നൽകിയത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ SFIOയുടെ അന്വേഷണം ഉണ്ടാകുന്നു. സേവനം നൽകിയതിന് തെളിവുകളില്ലെന്ന് SFIO കുറ്റപത്രം സമർപ്പിക്കുന്നു. തുടർന്ന് കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ കേസിലേക്ക് കൂടുതൽ അന്വേഷണങ്ങൾക്കായി ED എത്തുന്നു. തെളിവ്
തെളിവുകൾ പലതും പുറത്തു വന്ന സ്ഥിതിക്ക് പിന്നെ ഈ പണം വീണയ്ക്ക് എന്തിന്റെ പ്രത്യുപകാരമായിട്ടാണ് കിട്ടിയത്? അതൊരു വലിയ ചോദ്യമായിരുന്നു. ഇതിനിടയ്ക്ക് മുഖ്യമന്ത്രി നൽകിയ സഹായത്തിന് കിട്ടിയ പ്രതിഫലമാണ് എന്ന് പലരും പറയുന്നു. പിന്നീട് ഇങ്ങോട്ട് ED വീണയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുന്നു, അതും 2 തവണ. വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസ്, ശരടസ് കർത്ത തുടങ്ങി നിരവധി പേർ. പിന്നീട് CMRL ഡയറക്ടർ അനിൽ ആനന്ദ പണിക്കരെ ED ചോദ്യം ചെയ്യുന്നു. CMRL MD S ശശിധരൻ കർത്തയുടെ മകളുടെ ഭർത്താവാണ് അനിൽ ആനന്ദ പണിക്കർ. ഇതിനു മുന്നേയും ഇയാളെ ചോദ്യം ചെയ്തതാണ്. CMRLന് ആലപ്പുഴയിലെ തൃക്കുന്നപ്പുഴയിലും ആറാട്ടുപുഴയിലും ഖനനാനുമതി ലഭിക്കാൻ തടസ്സങ്ങളുണ്ടായിരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് കമ്പനിയെ സഹായിച്ചുവെന്നും പ്രത്യുപകാരമായി നൽകിയ നിയമവിരുദ്ധ തുകയാണ് ഇത് എന്നുമാണ് അവരുടെ ആരോപണം. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ ഉയർന്ന ഈ അഴിമതി ആരോപണത്തിൽ ശശിധരൻ കർത്തയുടെ മൊഴിയും സാമ്പത്തിക രേഖകളും ED കോടതിയിൽ ശക്തമായ തെളിവുകളായി അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇത്തരമൊരു കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ നിയമ പോരാട്ടങ്ങളും വഴിത്തിരിവുകളും ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.